കെ ശശീന്ദ്രനെതിരായ ഫോൺ വിളി ആരോപണം റിട്ടയർഡ് ജഡ്ജ് എസ് ആന്റണി കമ്മീഷൻ അന്വേഷിക്കും. ഫോൺ സംഭാഷണത്തിലെ ഗൂഢാലോചന, നിയമലംഘനം, ദുരുപയോഗം, കൃത്രിമം കാണിച്ചിട്ടുണ്ടോ എന്നിവ സമഗ്രമായി കമ്മീഷൻ പരിശോധിക്കും. 3 മാസത്തിനകം കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കണം. മന്ത്രിസഭാ യോഗത്തിന്റേതാണ് തീരുമാനം. മുൻ മന്ത്രി കെ ശശീന്ദ്രനെതിരെ ഒരു സ്വകാര്യ ചാനൽ പുറത്തുവിട്ട ഫോൺ സംഭാഷണം അന്വേഷിക്കാൻ റിട്ടയർഡ് ജഡ്ജ് എസ് ആന്റണി കമ്മീഷനെ മന്ത്രിസഭാ യോഗം നിയമിച്ചു. കഴിഞ്ഞ ദിവസമാണ് വിവാദത്തിൽ ജുഡീഷ്യൽ അന്വേഷണം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. കമ്മീഷന്റെ അന്വേഷണ പരിധിയിൽ എന്തൊക്കെ വരുമെന്നതും മന്ത്രിസഭായോഗം ചർച്ച ചെയ്ത് തീരുമാനിച്ചു. ചാനൽ സംപ്രേഷണം ചെയ്ത സംഭാഷണത്തിൽ നിയമവിരുദ്ധമായ കൃത്യങ്ങളോ ഗൂഢാലോചനയോ ഉണ്ടായിട്ടുണ്ടോ എന്നത് പ്രധാനമായും കമ്മീഷൻ പരിശോധിക്കും. സംഭാഷണം ഏത് സാഹചര്യത്തിൽ ഉണ്ടായതാണ്, റെക്കോർഡ് ചെയ്ത പ്രസ്തുത സംഭാഷണം പിന്നീട് ദുരുദ്ദേശപരമായി എഡിറ്റ് ചെയ്യുകയോ അതിൽ കൃത്രിമം കാണിക്കുകയോ ചെയ്തിട്ടുണ്ടോ, അതിനു പിന്നിൽ ആരെല്ലാം പ്രവർത്തിച്ചിട്ടുണ്ട് എന്നിവയാണ് അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്ന വിഷയങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് ആക്ഷേപങ്ങളുണ്ടെങ്കിൽ അതും ഉൾപ്പെടെ സമഗ്ര അന്വേഷണം കമ്മീഷന് നടത്താം. 3 മാസത്തിനകം കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കണം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പ്രവർത്തനം തുടങ്ങി 3 മാസത്തിനുള്ളിൽ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്ന ജുഡീഷ്യൽ കമ്മീഷൻ എസ് ആന്റണി. നടപടിക്രമങ്ങളുടെ ഭാഗമായി കെ ശശീന്ദ്രൻ വിഷയവുമായി ബന്ധപ്പെട്ട സാക്ഷികളെ വിളിച്ചുവരുത്തുകയും രേഖകൾ പരിശോധിക്കുകയും ചെയ്യും. അന്വേഷണത്തിന് സൈബർ വിദഗ്ധരുടെ സഹായം തേടുമെന്നും എസ് ആന്റണി അറിയിച്ചു. നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് കേസിലെ മുഖ്യപ്രതി ഉദുപ് വർഗീസിനെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. ഇന്ന് രാവിലെയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ച് CBI അറസ്റ്റ് ചെയ്തത്. കുവൈത്ത് ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലെ ആശുപത്രികളിലേക്ക് നഴ്സുമാരെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്നതിന് രേഖകളിൽ കൃത്രിമം കാട്ടുകയും 300 കോടിയിലധികം രൂപ തട്ടിയെടുക്കുകയും ചെയ്തതുമായി ബന്ധപ്പെട്ട കേസിലാണ് അറസ്റ്റ്. തട്ടിപ്പിലൂടെ സമ്പാദിച്ച പണം ഹവാലയായി വിദേശത്തേക്ക് കടത്തിയതിനും ഇയാൾക്കെതിരെ കേസുണ്ട്. ഇയാളെ പിടികൂടാൻ CBI ഇന്റർപോളിന്റെ സഹായം തേടിയിരുന്നു. ആഭ്യന്തര സെക്രട്ടറി നളിനി നെറ്റോയെ പുതിയ ചീഫ് സെക്രട്ടറിയായി നിയമിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. SM വിജയാനന്ദ് ഈ മാസം വിരമിക്കുന്ന സാഹചര്യത്തിലാണ് നളിനി നെറ്റോയുടെ നിയമനം. സുബ്രത ബിശ്വാസാണ് പുതിയ ആഭ്യന്തര വിജിലൻസ് സെക്രട്ടറി. നിലവിൽ PWD അഡീഷണൽ ചീഫ് സെക്രട്ടറിയായിരുന്നു. പ്ലാനിംഗ് വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയായ VS സെന്തിലിന് മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയുടെ ചുമതല കൂടി നൽകും. സത്യജിത് രാജൻ പൊതുഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ അധിക ചുമതല വഹിക്കും. ഷീല തോമസ് വിരമിക്കുന്ന ഒഴിവിലാണ് ഈ നിയമനം. ആശ തോമസ് ആയിരിക്കും പുതിയ PWD സെക്രട്ടറി. ടൂറിസം ഡയറക്ടറായി P ബാലകിരണിനെ നിയമിച്ചു. ഹരിത V കുമാറാണ് പുതിയ പഞ്ചായത്ത് സെക്രട്ടറി. പൊതുഭരണ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി സത്യജിത് രാജനെ നിയമിക്കും. മത്സ്യത്തൊഴിലാളി കടാശ്വാസ കമ്മീഷൻ കാലാവധി 1 വർഷത്തേക്ക് കൂടി നീട്ടാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. കനകമല കേസിൽ NIA കുറ്റപത്രം സമർപ്പിച്ചു. കനകമലയിൽ IS അനുകൂലികൾ ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ 8 പ്രതികൾക്കെതിരെ UAPA ചുമത്തി. 6 പേർക്കെതിരെ അന്വേഷണം പുരോഗമിക്കുകയാണ്. പ്രതി മുഹമ്മദ് ഫയാസിനെ മാപ്പുസാക്ഷിയാക്കി. ജീൻസും ടീഷർട്ടും ധരിച്ചവർക്ക് കോടതിയിൽ വിലക്ക്. ബോംബെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസാണ് വിലക്ക് ഏർപ്പെടുത്തിയത്. ജീൻസ് മാന്യമായ വസ്ത്രമല്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ചീഫ് ജസ്റ്റിസിന്റെ നടപടി. ജീൻസ് ധരിച്ചെത്തിയ വനിതാ മാധ്യമ പ്രവർത്തകരെയാണ് കോടതി വിലക്കിയത്. സംഭവത്തിൽ പ്രതിഷേധിച്ച മാധ്യമപ്രവർത്തകർ കോടതിയിൽ നിന്ന് വാക്കൌട്ട് നടത്തി. ദേശീയ സംസ്ഥാന പാതയോരത്തെ മദ്യശാലകൾ പൂട്ടുന്നതിൽ വ്യക്തത തേടി സമർപ്പിച്ച ഹർജികളിൽ സുപ്രീം കോടതി നാളെയും വാദം തുടരും. തുറന്ന മനസ്സോടെയാണ് വിഷയത്തെ സമീപിക്കുന്നത്. സമ്പൂർണ്ണ നിരോധനമല്ല, നിശ്ചിത പരിധിക്കുള്ളിലെ നിയന്ത്രണമാണ് ഉദ്ദേശിച്ചത് എന്നും ചീഫ് ജസ്റ്റിസ് JS കഹാർ അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. എല്ലാ സംസ്ഥാനങ്ങളുടെയും പഞ്ചായത്തുകളുടെയും അഭിപ്രായം കേട്ട് മാത്രമേ അന്തിമ തീരുമാനം എടുക്കാവൂ എന്ന് സംസ്ഥാന സർക്കാരുകളും ബാർ ഉടമകളും കോടതിയോട് ആവശ്യപ്പെട്ടു. സ്ഥലപരിമിതിയുള്ള കേരളത്തിൽ ഔട്ട്ലെറ്റുകൾ മാറ്റി സ്ഥാപിക്കുന്നത് പ്രായോഗികമല്ലെന്ന് ബെവറേജസ് കോർപ്പറേഷൻ അറിയിച്ചു. രാജ്യത്ത് BS3 ശ്രേണി വാഹനങ്ങൾ വിൽക്കുന്നത് സുപ്രീം കോടതി നിരോധിച്ചു. ഏപ്രിൽ 1 മുതൽ നിരോധനം നടപ്പിൽ വരും. ഭാരത് സ്റ്റേജ് 4 മുതലുള്ള വാഹനങ്ങൾ മാത്രമേ വിൽക്കാൻ പാടുള്ളൂ എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. ഇന്ധന ഉപയോഗത്തിന്റെ അടിസ്ഥാനത്തിൽ പരിസ്ഥിതിക്ക് ദോഷം വരുത്തുന്നുവെന്ന് കണ്ട് ഭാരത് സ്റ്റേജ് 3 ശ്രേണിയിൽ ഉൾപ്പെട്ട വാഹനങ്ങൾ നിർത്തലാക്കാൻ നേരത്തെ സുപ്രീം കോടതി തീരുമാനിച്ചിരുന്നു. എന്നാൽ ഉൽപാദനം പൂർത്തിയാക്കിയ ഇതേ ശ്രേണിയിൽ ഉൾപ്പെട്ട വാഹനങ്ങൾ വിൽക്കാൻ അനുവദിക്കണമെന്ന് കമ്പനി ഉടമകൾ ആവശ്യപ്പെട്ടു. ഈ ഹർജിയിലാണെന്ന് സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ചത്. ഏപ്രിൽ 1 മുതൽ BS3 ശ്രേണിയിൽ വാഹനങ്ങൾ വിൽക്കരുത്. ഭാരത് സ്റ്റേജ് 4 ശ്രേണിയിൽ ഉൾപ്പെട്ട വാഹനങ്ങൾ മാത്രമേ ഇനി വിപണിയിൽ ഇറക്കാവൂ. നിലവിൽ 8.5 ലക്ഷത്തോളം വാഹനങ്ങൾ BS3 ശ്രേണിയിലായി വാഹന നിർമ്മാതാക്കളുടെ കൈവശമുണ്ട്. പലതും ഷോറൂമുകളിൽ എത്തുകയും ചെയ്തു. ഇവ ഇനി തിരിച്ചു വിളിക്കേണ്ടി വരും. 6 ലക്ഷം ഇരുചക്ര വാഹനങ്ങൾ, 40,000-ഓളം റിക്ഷകൾ, 2 ലക്ഷത്തിനടുത്ത് കാറുകൾ. ഇവയുടെ മൊത്തം വിപണി മൂല്യം 12,000 കോടി രൂപ കവിയും. ന്യൂസ് ബ്യൂറോ, ദില്ലി.
അതിർത്തി കടന്നുള്ള ഭീകരാക്രമണം അവസാനിക്കാത്ത സാഹചര്യത്തിൽ ഇന്ത്യ പാക് ക്രിക്കറ്റ് മത്സരം വേണ്ട എന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. ദുബൈയിൽ മത്സരം നടത്താൻ അനുവദിക്കണമെന്ന BCCI ആവശ്യം ആഭ്യന്തര മന്ത്രാലയം തള്ളി. തുടർച്ചയായി ഉണ്ടായ ഭീകരാക്രമണങ്ങളുടെയും ഇന്ത്യ പാക് നയതന്ത്ര ബന്ധം വഷളായതിന്റെയും സാഹചര്യത്തിലാണ് ക്രിക്കറ്റ് മത്സരം വേണ്ട എന്ന് വയ്ക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. 2008 മുംബൈ ഭീകരാക്രമണത്തിനു ശേഷം നിർത്തിവെച്ച ഇന്ത്യ പാക് പരമ്പര പുനരാരംഭിക്കാൻ പലതവണ ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഇതുവരെയും ഫലം കണ്ടില്ല. മൂന്നാറിലെ ഭൂപ്രശ്നം ഇപ്പോൾ വിവാദമാക്കിയതിനു പിന്നിൽ ഗൂഢാലോചനയാണ് എന്ന് CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി KK ജയചന്ദ്രൻ. ചില മാധ്യമപ്രവർത്തകരും മേലുദ്യോഗസ്ഥരും ചേർന്ന് പട്ടയ നടപടികൾ തടസ്സപ്പെടുത്തുകയാണ് എന്നും ജയചന്ദ്രൻ തൊടുപുഴയിൽ പറഞ്ഞു. സബ് കളക്ടറും നിങ്ങളെ പോലെയുള്ള ചില ആളുകളും ഒക്കെ ആയിട്ട് നല്ല അവിഹിതമായ ബന്ധമുണ്ട്. സ്പെസിഫിക് മീഡിയയിൽ ഒരു സെറ്റുണ്ട്, അതിൽ മാതൃഭൂമിയുണ്ട്, പിന്നെ നമ്മുടെ മലയാള മനോരമയുടെ മീഡിയക്കാരുണ്ട്, ഇവരെല്ലാവരും ഉണ്ട്. ഇവരെല്ലാവരും കൂടി ചേർന്നാണ് ഈ ഗൂഢാലോചനയൊക്കെ നടത്തുന്നത്. നിങ്ങൾ ഈ എഴുത്തെല്ലാം എഴുതിയത് യഥാർത്ഥത്തിൽ ഇവിടുത്തെ കൃഷിക്കാർക്ക് പട്ടയം കൊടുക്കാതിരിക്കുന്നതിന് വേണ്ടി കുറച്ച് ഒരു പരിസ്ഥിതിവാദികളാണെന്ന് പറയാം. 5 വർഷം പരിസ്ഥിതിവാദികളൊന്നും രംഗത്തില്ലായിരുന്നു. ഇപ്പോഴാണ് പരിസ്ഥിതിവാദികളെല്ലാം വന്നത്. അവരെവിടെ പോയിരിക്കുമായിരുന്നു. അപ്പോൾ അവരും നിങ്ങളും ഈ പറയുന്ന ചില ഉദ്യോഗസ്ഥന്മാരും കൂടെ ചേർന്ന് ചില കൂക്കസായിട്ട് അവിടെ പ്രശ്നങ്ങളുണ്ടാക്കി ഈ പട്ടയ നടപടികളെല്ലാം തടസ്സപ്പെടുത്തുക എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ഒരു ചാനൽ ചർച്ചയിൽ അവിടെ ഒരു പരിസ്ഥിതി പ്രവർത്തനം പറയുന്ന കേട്ടപ്പോൾ എനിക്ക് കൂടുതൽ വ്യക്തമായി. അതാണ് ഉദ്ദേശം. അങ്ങനെയുള്ളൊരു ഉദ്ദേശത്തിൻ്റെയും കൂടി ഭാഗമായിട്ടാണ് ഈ നടപടി സ്വീകരിക്കുന്നത്. ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിൽ വൻ അഴിമതിയെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. അഴിമതിക്കാരെ കൽത്തുറുങ്കിൽ അടയ്ക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. SSLC ഹയർ സെക്കൻഡറി പരീക്ഷാ ചോദ്യപേപ്പറുകൾ ചോർന്നത് സംബന്ധിച്ച് ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സത്യാഗ്രഹം അനുഷ്ഠിക്കവെയാണ് പ്രതിപക്ഷ നേതാവ് ഇക്കാര്യം പറഞ്ഞത്. ഇവിടെ SSLC +1 +2 പരീക്ഷകളിൽ ഗുരുതരമായ ക്രമക്കേടുകൾ ഉണ്ടായിരിക്കുന്നു. ചോദ്യപേപ്പറുകൾ ചോരുന്നു. ബഡ്ജറ്റ് ചോർന്നത് നമ്മൾ അടുത്ത ദിവസമായിരുന്നു. ഇപ്പോൾ ബഡ്ജറ്റിന് ശേഷം ഇതാ ചോദ്യപേപ്പർ ചോർന്നിരിക്കുന്നു. ചോദ്യപേപ്പർ ചോരുക മാത്രമല്ല, വലിയ ക്വസ്റ്റ്യൻ പേപ്പർ കുംഭകോണം കേരളത്തിൽ നടന്നിരിക്കുന്നു. മലപ്പുറം ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം 2ാം ഘട്ടത്തിലേക്ക്. സാങ്കേതിക നടപടിക്രമങ്ങൾ പൂർത്തിയായതോടെ മുഴുവൻ സമയവും സ്ഥാനാർത്ഥികൾ മണ്ഡലത്തിൽ സജീവമാണ്. UDF സ്ഥാനാർത്ഥി ഇന്ന് മഞ്ചേരിയിലും LDF സ്ഥാനാർത്ഥി കൊണ്ടോട്ടിയിലുമാണ് പര്യടനം നടത്തുന്നത്. NDA സ്ഥാനാർത്ഥി മലപ്പുറം വേങ്ങര മണ്ഡലങ്ങളിലും വോട്ടർമാരെ കാണുന്നുണ്ട്. UDF-നേക്കാൾ 3 ദിവസം വൈകിയാണ് LDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതെങ്കിലും സ്ഥാനാർത്ഥി MB ഫൈസൽ എല്ലാ അസംബ്ലി മണ്ഡലങ്ങളിലും ഒരു റൗണ്ട് പ്രചാരണം പൂർത്തീകരിച്ചു കഴിഞ്ഞു. വോട്ടർമാരിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലാനാണ് അടുത്ത ഘട്ടത്തിൽ ശ്രമം. ഫൈസൽ ഇന്ന് കൊണ്ടോട്ടി മണ്ഡലത്തിലാണ് വോട്ടർമാരെ കാണുന്നത്. UDF മുതിർന്ന നേതാക്കളെ കളത്തിലിറക്കിയാണ് പ്രചാരണം നടത്തുന്നത്. മണ്ഡലത്തിൽ ആവേശകരമായ പ്രതികരണമാണുള്ളതെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. പൂർണ്ണ ആത്മവിശ്വാസത്തോടെ മുമ്പോട്ട് പോകുന്നു. പ്രതികരണങ്ങളുടെ പ്രതികരണം പൂർണ്ണമായും UDF-ന് അനുകൂലമായിട്ടാണ്, ശ്രീ കുഞ്ഞാലിക്കുട്ടിക്ക് അനുകൂലമായിട്ടാണ്. മഞ്ചേരിയിലെ PK കുഞ്ഞാലിക്കുട്ടിയുടെ പര്യടനത്തിന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇന്ന് മലപ്പുറത്തുണ്ട്. NDA സ്ഥാനാർത്ഥി ശ്രീപ്രകാശ് മലപ്പുറം വേങ്ങര മണ്ഡലങ്ങളിലാണ് പര്യടനം നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. മൂന്നാർ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട പരസ്പര വിരുദ്ധമായ വാർത്തകൾ പ്രചരിക്കുമ്പോഴും സർക്കാരിന്റെ പുതിയ തീരുമാനങ്ങളെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്ന കാഴ്ചയാണ് ഇടുക്കിയിൽ. പട്ടയ ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരമായി സർക്കാരിന്റെ നിർദ്ദേശങ്ങളെ സ്വാഗതം ചെയ്ത് CPM ഉൾപ്പെടെ ഉള്ള പാർട്ടികളും നാട്ടുകാരും പ്രധാന കേന്ദ്രങ്ങളിൽ ആഹ്ലാദ പ്രകടനം നടത്തി. കാസർഗോഡ് ചുരിയിലെ മദ്രസാധ്യാപകൻ മുഹമ്മദ് റിയാസ് വധക്കേസിലെ 3 പ്രതികളെയും കണ്ണൂർ സെൻട്രൽ ജയിലിൽ തിരിച്ചറിയൽ പരേഡിന് വിധേയമാക്കി. ഹോസ്ദുർഗ ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് ആൽഫ മാമിയയുടെ മുമ്പാകെയാണ് പോലീസിന്റെ ആവശ്യപ്രകാരം സാക്ഷികളെ പങ്കെടുപ്പിച്ച് തിരിച്ചറിയൽ പരേഡ് നടത്തിയത്. റിയാസ് കൊല്ലപ്പെട്ട സമയത്ത് സമീപത്തെ മുറിയിൽ താമസക്കാരനായിരുന്ന ഖതീഫ് അബ്ദുൾ അസീസ് ടാംബി, സമീപത്ത് താമസക്കാരനായ അബ്ദുൾ ഹമീദ് എന്നിവരാണ് തിരിച്ചറിയൽ പരേഡിൽ ഹാജരായത്. പ്രതികളെ ഇവർ തിരിച്ചറിഞ്ഞു. ഈ മാസം 20-നാണ് റിയാസ് താമസ സ്ഥലത്ത് കൊല്ലപ്പെട്ടത്. വേനലിൽ പ്രകൃതിക്കുണ്ടാകുന്ന പലതരം പരിണാമങ്ങൾ നാം കാണാറുണ്ട്. വരൾച്ചയുടെ കാഠിന്യം കൂടുമ്പോൾ ആ മാറ്റങ്ങളും അസാധാരണമാകാം. അത്തരത്തിലൊന്നാണ് തിരുവനന്തപുരം അമ്പൂരിയിലേത്. പുഴ കിണറിലേക്ക് ചുരുങ്ങിയതിന്റെ പ്രത്യാഘാതം ഏറ്റുവാങ്ങുകയാണ് ഈ ഗ്രാമം. മുത്തൂറ്റിന്റെ സ്നേഹസമ്മാനം പദ്ധതിക്ക് തുടക്കമായി. നടനും സംവിധായകനുമായ ബാലചന്ദ്ര മേനോൻ പദ്ധതിയുടെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിച്ചു. കലയ്ക്കും സാഹിത്യത്തിനുമായി ജീവിതം മാറ്റിവെച്ച കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കാകും പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുക.